പുകയുന്ന പക്ഷിമേശയുടെ മേൽ എണ്ണയിറ്റിച്ചുകൊണ്ടാണ് സിറിയൻ മണ്ണിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇദ്ലിബിൽ തുടക്കമിട്ട വിമത നീക്കത്തിന്റെ 11ാം നാൾ സിറിയ സാക്ഷിയായത് അരനൂറ്റാണ്ട് നീണ്ട അസദ് കുടുംബാധിപത്യത്തിന്റെ അന്ത്യത്തിലാണ്. എന്നാൽ 11 ദിവസം കൊണ്ട് മാറിമറിഞ്ഞതല്ല ഒന്നും. സിറിയയെ കലുഷിതമാക്കിയ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പഴക്കമേറെയുണ്ട്. അറബ് നാടുകളിൽ പടർന്നു പിടിച്ച ജനകീയ വിപ്ലവങ്ങളുടെ ബാക്കി പത്രമാണ് ഇത്. അതിന് വിത്തുപാകിയതാകട്ടെ ട്യൂണീഷ്യയിലെ വെറും 26 വയസ്സുള്ള ഒരു പഴക്കച്ചവടക്കാരൻ സ്വയം ആളിക്കത്തി തൊടുത്തുവിട്ട തീപ്പൊരിയും. ഉത്തരാഫ്രിക്കയുടെ ഭാഗമാണ് ട്യൂണീഷ്യ. 1956-ൽ ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് ട്യൂണീഷ്യ വിമോചനം നേടിയെങ്കിലും ജനാധിപത്യ ഭരണം രാജ്യത്തുണ്ടായില്ല. സ്വാതന്ത്ര്യാനന്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ പാർട്ടി അഥവാ ഡെസ്റ്റോർ നേതാവായ ഹബീബ് ബുർഗീബ പ്രസിഡന്റായി. എന്നാൽ മറ്റ് അറബ് നേതാക്കളിൽ നിന്ന് വിഭിന്നമായി പുരോഗമനപരമായ പല മാറ്റങ്ങളും ബുർഗീബ രാജ്യത്ത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെയിരിക്കെ 1975-ൽ ബുർഗീബ ആജീവനാന്ത പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു. ആ കാലയളവിൽ പ്രധാനമന്ത്രിയായിരുന്നു സൈനൽ അബീദിൻ ബിൻ അലി. ബുർഗീബയുടെ ആരോഗ്യം ക്ഷയിച്ചുവെന്നും അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ സമയത്ത് ബിൻ അലി ബുർഗീബയെ വീട്ടുതടങ്കലിലാക്കി. അങ്ങനെ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് 23 വർഷം ബിൻ അലിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലായിരുന്നു ട്യൂണീഷ്യ. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ബിൻ അലിയുടെ ഭരണകാലത്ത് ജനങ്ങളെ വലച്ചു. ട്യൂണീഷ്യൻ തലസ്ഥാനമായ ട്യൂനിസിനടുത്തുള്ള സിദ്ദി ബസൂദ് എന്ന പട്ടണത്തിൽ ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് ബൗ അസീസി. ബിരുദം നേടിയിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ ഉപജീവന മാർഗം കണ്ടെത്താൻ അസീസി ഉന്തുവണ്ടിയിൽ പഴങ്ങളും പച്ചക്കറിയും വിൽക്കാൻ തുടങ്ങി. എന്നാൽ ഇത് അനധികൃത വ്യാപാരമാണെന്ന് ആരോപിച്ച് പോലീസ് അസീസിയെ തടഞ്ഞു. ഉന്തുവണ്ടിയും സാധനങ്ങളും പിടിച്ചെടുത്തു. കച്ചവടം തുടരണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് അവർ പറഞ്ഞു. അപമാനിതനായ അസീസി 2010 ഡിസംബർ 17-ന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അസീസിയുടെ ആത്മഹത്യ രാജ്യത്ത് പുകഞ്ഞ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. സ്വേച്ഛാധിപത്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബിൻ അലി കഠിന പ്രയത്നം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 23 വർഷത്തെ ബിൻ അലിയുടെ സ്വേച്ഛാധിപത്യത്തിന് അങ്ങനെ തിരശ്ശീല വീണു. അതായിരുന്നു അറേബ്യൻ വിപ്ലവത്തിന്റെ തുടക്കം. അറബ് വസന്തത്തിന്റെ പ്രതിധ്വനികൾ ട്യൂണീഷ്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചു. ഒടുവിൽ അത് സിറിയയിലുമെത്തി. 1963 മുതൽ ബാത്ത് പാർട്ടിയുടെ കീഴിലാണ് സുന്നി ഭൂരിപക്ഷമുള്ള സിറിയയുടെ ഭരണം. 1971-ൽ അട്ടിമറിയിലൂടെ ഹാഫിസ് അൽ അസദ് ഭരണം പിടിച്ചെടുത്തു. ഷിയ വിഭാഗത്തിലെ അലവി എന്ന ഉപവിഭാഗത്തിൽപ്പെടുന്നവരാണ് അസദ് കുടുംബം. 30 വർഷം ഹാഫിസ് അസദിന്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലായിരുന്നു സിറിയ. പുതിയ ഭരണഘടന കൊണ്ടുവന്നു. പാഠ്യപദ്ധതി പരിഷ്കരിച്ച് ബാത്തിസ്റ്റ് പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിച്ചു. ഇസ്ലാമിനെ ഔദ്യോഗിക മതമല്ലാതാക്കി. മൂത്ത മകൻ ബാസിലിനെയായിരുന്നു ഹാഫിസ് പിൻഗാമിയായി വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ 1994-ൽ കാർ അപകടത്തിൽ ബാസിൽ മരിച്ചു. വിദേശത്തു നിന്ന് മെഡിക്കൽ ബിരുദവുമായി നാട്ടിലെത്തിയ രണ്ടാമത്തെ മകൻ ബാഷർ അൽ അസദ് ഹാഫിസിന്റെ പിൻഗാമിയായി. സിറിയയിലെ നിയമപ്രകാരം പ്രസിഡന്റാകാനുള്ള പ്രായപരിധി 40 വയസ്സായിരുന്നു. ബാഷറിന് അത്രയും പ്രായമുണ്ടായിരുന്നില്ല. പിന്നാലെ പാർലമെന്റ് പ്രായപരിധി 34 അങ്ങനെ 2000 ജൂലൈ 17-ന് ബാഷർ അൽ അസദ് പ്രസിഡന്റായി. തുടക്കത്തിൽ ബാഷർ സ്വീകരിച്ച നിലപാടുകൾ പ്രതീക്ഷ ഉയർത്തുന്നതായിരുന്നു. ഹാഫിസ് അസദിന്റെ ഭരണകാലത്തെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു. തുറന്ന സംവാദങ്ങൾക്ക് അനുമതി നൽകി. കലയും സംസ്കാരവും രാഷ്ട്രീയവും നിരത്തുകളിൽ മുഴങ്ങി. തിരുത്തൽവാദിയായ ബാഷർ വാഴ്ത്തപ്പെട്ടു. എല്ലാം അവസാനിച്ചത് വളരെ പെട്ടെന്നാണ്. 2011-ൽ കൂടുതൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. സമാധാനപരമായി തുടങ്ങിയ പ്രക്ഷോഭത്തെ ബാഷർ കലാപത്തിലേക്കും കൂട്ടക്കുരുതിയിലേക്കും നയിച്ചു. ജനങ്ങളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിന് വഴിമാറി. സിറിയൻ തലപ്പത്തു നിന്ന് സൈനികർ കൂറുമാറി സ്വതന്ത്ര സിറിയൻ ആർമിയിൽ ചേർന്നു. പ്രതിപക്ഷ സംഘടനകൾ അസദിനെതിരെ ഒന്നിച്ചു. ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും അസദിനെ പിന്തുണച്ചപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, തുർക്കി,
തുടങ്ങിയ രാജ്യങ്ങൾ വിമതർക്കൊപ്പം നിന്നു. അലവികൾക്ക് സ്വാധീനമുള്ള ഡമാസ്കസും ഹോംസും അടങ്ങുന്ന മേഖലകൾ ഒഴിച്ച് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അസദിനെ കൈവിട്ടു. ഹയാത്ത് തഹ്രീർ അൽ ഷാം, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി, US പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ സംഘടനകൾ ബാക്കി പ്രദേശങ്ങളുടെ ഭരണമേറ്റെടുത്തു. അസദിനെതിരെ പോരാടാൻ വിമതരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ ആയുധമൊഴുക്കി. അതേസമയം റഷ്യ അസദിന് സൈന്യത്തെ വിട്ടുകൊടുത്തു. ഇതിനിടെയായിരുന്നു അസദിന്റെ അറ്റകൈ പ്രയോഗം. വിമതർ തമ്പടിച്ചെന്ന് കരുതിയ മേഖലകളിലെല്ലാം സൈന്യം മാരക രാസായുധമായ സരിൻ പ്രയോഗിച്ചു. നിരപരാധികൾ കൂട്ടത്തോടെ മരിച്ചു വീണു. മരണമടഞ്ഞ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ നെഞ്ചു കീറി. ജൈവ രാസായുധ ഉടമ്പടികളിൽ ഒപ്പുവെക്കാത്ത രാജ്യമായിരുന്നു സിറിയ. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള രാസായുധ ശേഖരണത്തെപ്പറ്റി പുറം ലോകത്തിന് അറിവുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളും സിറിയക്കെതിരെ രംഗത്തു വന്നെങ്കിലും സ്വന്തം ജനങ്ങൾക്ക് മേൽ ഒരിക്കലും രാസായുധം പ്രയോഗിക്കില്ല എന്നായിരുന്നു അസദിന്റെ അവകാശവാദം. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട 2011 മുതൽ 2021 മാർച്ച് വരെ സിറിയയിൽ 3 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇവരിൽ 7-1 കുട്ടികളാണ്. ദശലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്തു. ജനസംഖ്യയിൽ നല്ലൊരു പങ്കും പരിക്കേറ്റവരായി. ഒരിടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് വീണ്ടും സിറിയ കടന്നിരിക്കുകയാണ്. ഡിസംബറിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുന്നത്. ആരാണ് അലവികൾ? എന്തിനാണ് സിറിയൻ ഭരണകൂടം ഇവരെ ലക്ഷ്യം വെക്കുന്നത്? മറ്റൊരു സുന്നി ഷിയ പോരാട്ടമായി സിറിയയിലെ ആഭ്യന്തര യുദ്ധം മാറിയിരിക്കുകയാണോ? സിറിയയിലെ ഷിയ വിഭാഗത്തിന്റെ ഉപവിഭാഗമാണ് അലവി അഥവാ അലവൈറ്റ് വിഭാഗക്കാർ. അസദ് കുടുംബം അലവി വിഭാഗക്കാരനാണ്. സുന്നി ഭൂരിപക്ഷ ജനസംഖ്യയുള്ള സിറിയയിൽ അസദിന്റെ നട്ടെല്ലായിരുന്നു ഒരു കാലത്ത് അലവികൾ. അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതിന് പിന്നാലെയാണ് HTS ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി അലവികൾ മാറിയത്. ഇതോടെ സുരക്ഷാ സേനയും അസദ് വിശ്വസ്തരായ അലവികളും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. പോരാട്ടം ഒടുവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറുകയായിരുന്നു. അസദിന്റെ ജന്മനഗരമായ കൊർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും ഇപ്പോഴും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല. സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയായ ലദാക്കിയ, ഡാർട്സ് പോലുള്ള നഗരങ്ങളിലാണ് അലവി വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ അലവികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ നിഗമനം. അസദിന്റെ ഭരണത്തിന് കീഴിൽ അലവി വിഭാഗക്കാർക്ക് മുൻഗണന ലഭിച്ചിരുന്നു. എന്നാൽ അസദ് വിമതരായ HTS അധികാരം പിടിച്ചതോടെ അലവികൾ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അസദിന്റെ ഭരണകാലത്ത് റഷ്യ, ഇറാൻ എന്നിവരുമായി മികച്ച ബന്ധം അലവികൾക്കുണ്ടായിരുന്നു. എന്നാൽ HTS അധികാരം പിടിച്ചതോടെ ഈ ബന്ധത്തിൽ വിള്ളൽ വന്നു. ഇതോടെ അലവികളെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ഭീകര സംഘടനകളും രംഗത്തെത്തി. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 3 ദിവസത്തെ ഏറ്റുമുട്ടലിനിടെ സാധാരണക്കാരായ അലവികൾ ഉൾപ്പെടെ സിറിയയിൽ ഇതിനോടകം 1000-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2013 അസദ് സൈന്യം നടത്തിയ രാസായുധ ആക്രമണത്തിൽ ഡമാസ്കസിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഏകദേശം 1400 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധം വഴിവെച്ചിരിക്കുന്നത്. അസദിനെ പുറത്താക്കിയതിന് പിന്നാലെ അധികാരത്തിലെത്തിയ HTS സർക്കാരിന് നേതൃത്വം നൽകുന്നത് സുന്നി വിഭാഗമാണ്. അഹമ്മദ് അൽ ഷറയാണ് ഇടക്കാല പ്രസിഡന്റ്. അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിന് പിന്നാലെ അലവികൾക്കെതിരെ ആക്രമണം വർദ്ധിച്ചിരുന്നു. എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം സിറിയയിൽ കെട്ടിപ്പടുക്കുമെന്നായിരുന്നു ഇടക്കാല പ്രസിഡന്റിന്റെ ഉറപ്പെങ്കിലും അലവികൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. അതേസമയം അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുർക്കിയുടെ പിന്തുണയുള്ള സായുധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് സിറിയൻ കുർദിഷ് വിഭാഗം ആരോപിക്കുന്നത്. തുർക്കിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് സിറിയൻ കുർദിഷ് സായുധ സംഘം. ഈ ആരോപണങ്ങളോട് തുർക്കി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അലവി ഭൂരിപക്ഷമുള്ള ഗ്രാമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള സംഘർഷങ്ങളിലേക്കും ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലയിലേക്കും വഴിവെച്ചതെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു.
റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തിക്കിടത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേതാണ് എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. സിറിയയിലെ സംഘർഷം ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തിരിച്ചടിയായി എന്നാണ് തുർക്കിയുടെ അഭിപ്രായം. ഇതോടെ സിറിയയിൽ സമാധാനം തിരികെ എത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലോകത്തിന്റെ ആശങ്ക. സിറിയയുടെ ഭാവി ഇനി സിറിയക്കാർ തന്നെ തീരുമാനിക്കും. അത് ശോഭനമായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ. പ്രാദേശികതയും ജനാധിപത്യത്തിന്റെ അഭാവവും അവരെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.